നിങ്ങൾ അവസാനമായി എന്നാണ് ഒരു പെർഫെക്റ്റ് കള്ളപ്പം കഴിച്ചിട്ടുള്ളത്? പഞ്ഞി പോലെ സോഫ്റ്റായ ഒരു ചെറിയ പുളിപ്പും കേരളത്തിൻ്റെ സ്വന്തം പാരമ്പര്യമുള്ള ഒരു പലഹാരമായ കള്ളപ്പം. വെള്ളത്തിൽ കുതിർത്തെടുത്ത പച്ചരി നാളികേരപ്പാലിൽ അരച്ച് മാറ്റിവെക്കുന്നു. സാധാരണ അപ്പങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക കൂട്ടാണ്. അരിപ്പൊടിയോ അരിപ്പൊടിയുടെ തരിയോ വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്ത അരിപ്പൊടി നാളികേരത്തിൻ്റെ കൂടെ ചേർത്ത് പിന്നെ കുറച്ച് ഏലക്കായയും അതിനോടൊപ്പം നല്ല തനി നാടൻ കള്ളും ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കാം. കള്ളിൻ്റെ ലഭ്യത കുറവ് കാരണം ഇപ്പോൾ അഥവാ കള്ളപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഈസ്റ്റാണ് ഇപ്പോൾ ചേർക്കാറ്. എന്നാൽ കള്ള് ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അരച്ചു വെച്ച മാവിലേക്ക് ഒരു ചെറിയ മധുരത്തിനായി കുറച്ച് പഞ്ചസാരയും പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5-6 മണിക്കൂർ മൂടി വയ്ക്കുകയാണെങ്കിൽ മാവ് നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിരിക്കുന്നതായി കാണാൻ പറ്റും. ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്ന മാവ് നല്ലപോലെ ഇളക്കി വീണ്ടും അതിനെ സാധാരണ പരുവത്തിലേക്ക് മാറ്റണം. ഇനി ഈ മാവ് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിൽ നെയ്യ് തടവി ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കണം. പാത്രത്തിൻ്റെ 1/4 ഭാഗം ഒഴിച്ച് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പം ആവിയിൽ വെന്ത് സ്പോഞ്ച് പോലെ പൊന്തി വരുമ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. ഇത് ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കി എടുക്കാം. വർഷങ്ങൾക്ക് ശേഷം കള്ളപ്പം ഉണ്ടാക്കിയപ്പോൾ പണ്ട് കുഞ്ഞമ്മായി കള്ളപ്പം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞ ഒരു പരാതി ഓർമ്മയിൽ വന്നു. അപ്പം ഉണ്ടാക്കാനായി വാങ്ങി വച്ചിരുന്ന കള്ള് മാമൻ കുടിച്ചു തീർത്തു എന്നും അതുകൊണ്ട് അപ്പത്തിന് വേണ്ടത്ര രുചി കിട്ടിയില്ല എന്നുള്ള അമ്മായിയുടെ പരാതി. നാടൻ കള്ള് ചേർത്ത് ഉണ്ടാക്കിയ അപ്പവും കോഴിക്കറിയും അത് ഒരു അടാറ് കോമ്പിനേഷൻ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ കള്ളപ്പം കഴിച്ചിട്ടില്ലെങ്കിലോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലോ കേരളത്തിൻ്റെ തനത് പലഹാരമായ ഈ കള്ളപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കള്ളപ്പത്തിൻ്റെ രുചി കൊണ്ട് മാത്രമല്ല, അത് പഴയ കാലത്തിനെയും ചില വ്യക്തികളെയും കൂടി കണക്ട് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ്.